മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മള് പുതിയൊരു പാഠമാണ് പഠിക്കാൻ പോകുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായിരിക്കും. കാരണം അതിന്റെ ആദ്യ ഭാഗങ്ങള് നമ്മൾ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുന്നതിലൂടെ നമുക്ക് അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇതെന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വസ്തുവാണ്. എന്താ ഇത്? വാഴയിലയാണ് അല്ലെ. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത? നിറമല്ല ഞാൻ ചോദിച്ചത്, അല്ലാതെ ഗണിതപരമായിട്ട് എന്താ ഇതിന്റെ പ്രത്യേകത? ഇവയ്ക്കിടയില് കുറെ വരകളുണ്ടല്ലേ. ആ വരകളെല്ലാം എങ്ങനെയാണ്? നേർരേഖകളാണ്, നേരെ പോകുന്ന വരകളാണ് ഇവയെല്ലാം. ഇവ തമ്മിലുള്ള അകലം എങ്ങനെയാണ്? തുല്യ അകലമാണ്. ഇവിടെ വരുന്ന അകലം തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തുല്യ അകലത്തില് വരുന്ന ഇത്തരം നേർരേഖകൾക്ക് നമ്മൾ ഒരു പേര് പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെരി ഗുഡ്, സമാന്തര വരകൾ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാന്തര വരകളെ കുറിച്ചാണ്. സമാന്തര വരകൾ. അപ്പോ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾക്ക് സമാന്തര വരകൾക്ക് ഒരു നിർവചനം പറയാമോ? എന്താണ്? തുല്യ അകലത്തിലുള്ള രണ്ട് നേർരേഖകളാണ് സമാന്തര വരകൾ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ സമാന്തര വരകൾ എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം സമാന്തര വരകൾ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. അവ നേർരേഖയില് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രീതിയിൽ പോകുന്ന വരകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് നമ്മുടെ നിത്യജീവിതത്തില് ഈ സമാന്തര വരകൾ എന്ന ആശയം ഉൾക്കൊള്ളുന്ന കുറച്ച് സന്ദർഭങ്ങൾ പറയാമോ? വെരി ഗുഡ്. റോഡിന്റെ ഇരുവശങ്ങൾ. ശരിയാണ്, റോഡിന്റെ ഇരുവശങ്ങൾ സമാന്തരമാണ്. പിന്നെന്താണ്? റെയിൽവേ പാളം സമാന്തരമാണ്. പിന്നെ ജനൽ കമ്പികൾ, നമ്മുടെ വീടിന്റെ ജനൽ കമ്പികൾ, അത് വിലങ്ങനെയും കുറുങ്ങനെയും ഉള്ള ജനൽ കമ്പികള് സമാന്തരമാണ്. പിന്നെ നമ്മുടെ ഭിത്തിയുടെ മുകൾ ഭാഗവും താഴ്ഭാഗവും സമാന്തരമാണ്. ഈ ബോർഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും സമാന്തരമാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ പോകുന്ന വരകൾ, അതായത് തുല്യ അകലത്തില് ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്ന രണ്ട് നേർരേഖകളെയാണ് നമ്മള് സമാന്തര വരകൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സമാന്തരമായ വരകളും സമാന്തരമല്ലാത്ത വരകളും തമ്മിൽ എന്താണ് വ്യത്യാസം? വെരി ഗുഡ്, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. സമാന്തര വരകള് ഏതൊരു രേഖയും മറ്റേതൊരു രേഖയും തുല്യ അംശബന്ധത്തില് ഭാഗിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. സമാന്തര രേഖകൾ എന്താണെന്നറിയാം. തുല്യ അകലത്തില് ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്ന രേഖകളാണ് സമാന്തര വരകൾ. അപ്പോ ഇത് വെച്ച് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? രേഖകൾ തന്നിട്ടുണ്ട്. 4 ജോഡി രേഖകൾ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അവയുടെ പ്രത്യേകത കണ്ടുപിടിക്കണം. ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. കഴിഞ്ഞോ? നമുക്ക് ഒന്നാമത്തെ രേഖ നോക്കാം. ഇവ രണ്ടും എങ്ങനെയാണ്? നേർരേഖകളാണ്. അതായത് ഇവയെ നമ്മൾ നീട്ടി വരച്ചാലും അനന്തതയിലേക്ക് എത്ര നീട്ടി വരച്ചെന്ന് പറഞ്ഞാലും അവ ഒരിക്കലും കൂട്ടിമുട്ടാൻ സാധ്യതയില്ല. അത് അങ്ങനെ തന്നെ പോകും. അതായത് തുല്യ അകലത്തില് വരുന്ന രണ്ട് നേർരേഖകളാണ് ഇതല്ലേ. അപ്പം ഇവ എന്തായിരിക്കും? സമാന്തരം ആയിരിക്കും. സമാന്തരം. നിങ്ങൾ ഇനി അടുത്ത ജോഡി വരകളിലേക്ക് നോക്കിക്കേ. ഇവിടെ എന്താണ് അതിന്റെ അകലം? ഈ രണ്ട് വരകൾക്കിടയിലുള്ള അകലം എങ്ങനെയാണ്? കൂടുതലാണ്. ഇങ്ങോട്ട് പോകുന്തോറും വലത്തോട്ട് പോകുന്തോറും അത് കുറഞ്ഞു വരുന്നു. അതായത് ഇതിനെ ഞാൻ കുറച്ചും കൂടി ഒന്ന് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഏതോ ഒരു പ്രത്യേക സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവ തമ്മിൽ കൂട്ടിമുട്ടുന്നു. അങ്ങനെ കൂട്ടിമുട്ടുന്ന വരകൾ എന്താണ്? സമാന്തരം അല്ല. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് സമാന്തരമല്ല. സമാന്തരം അല്ല. അടുത്ത ജോഡിയിലേക്ക് നോക്കിക്കേ. താഴെ അകലം കൂടുതലാണ്. മുകളിലേക്ക് പോകുന്തോറും എന്താണ്? അകലം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതായത് ഏതോ ഒരു ഞാനിതിനെ മുകളിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഏതോ ഒരു നിശ്ചിത സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവ കൂട്ടിമുട്ടും. കൂട്ടിമുട്ടുന്നത് കൊണ്ട് ഇവ എന്താണ്? സമാന്തരം അല്ല.
സമാന്തരമല്ല. അവസാനത്തേത് നോക്കിക്കേ, രണ്ട് വരകൾ തന്നിട്ടുണ്ട്. അവയെ നമ്മൾ നീട്ടി വരച്ചാലും അവ ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് നേർരേഖകളാണ്. അതുകൊണ്ട് ഇവ എന്താണ്? തുല്യ അകലത്തുള്ള രണ്ട് നേർരേഖകളായതിനാൽ ഇത് സമാന്തരം ആണ്. സമാന്തരം. ഓക്കെ, ഈ ആക്ടിവിറ്റി ക്ലിയർ ആയോ? ഇതിലൂടെ നമ്മൾ എന്താണ് പഠിച്ചത്? സമാന്തര വരകൾ എന്താണെന്ന് പഠിച്ചു. സമാന്തര വരകൾ എന്താണ്? തുല്യ അകലത്തിലുള്ള രണ്ട് നേർരേഖകളാണ് സമാന്തര വരകൾ. പിന്നെന്താണ്? സമാന്തര വരകൾക്കിടയിലുള്ള അകലം ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ അവ തുല്യ അകലത്തിലായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.